ദേവദത്ത് ഷാജി കഥ എഴുതി സംവിധാനം ചെയ്ത് രാജേഷ് മാധവൻ നായകനായ ധീരൻ എന്ന സിനിമ കണ്ടു. സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സിനിമ, എനിക്കിഷ്ടമായി. ഒരു ത്രില്ലർ മൂഡിൽ പോകുന്നൊരു ഫിലിമാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കോമഡീസും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല രസമായിട്ട് എടുത്തു വെച്ചൊരു ഫിലിമാണ്. അപ്പോൾ സിനിമയുടെ ഒരു പ്ലോട്ട് പറയുകയാണെങ്കിൽ, രാജേഷ് മാധവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം പ്രത്യേക സാഹചര്യത്തിൽ ധീരതയ്ക്കുള്ള അവാർഡ് പ്രസിഡന്റിന് കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി അതിനുശേഷം ധീരൻ എന്നാണ് പുള്ളിയുടെ ഇരട്ടപ്പേര് വരുന്നത്. അപ്പോൾ നാടിനും നാട്ടുകാർക്കും വേണ്ടപ്പെട്ട ഒരു ആളാണ് പുള്ളിയുടെ കഥാപാത്രം. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുള്ളിക്ക് നാട് വിട്ട് തമിഴ്നാട്ടിലേക്ക് പോകേണ്ടി വരുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് പുള്ളി മരിച്ചു എന്ന് പറഞ്ഞൊരു ന്യൂസ് വരുന്നുണ്ട് നാട്ടിൽ. അപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് പേര്, പുള്ളിയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും വാർഡ് മെമ്പറൊക്കെ പുള്ളിയുടെ ബോഡി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ പോകുന്നതാണ് സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യാത്ര അടിപൊളിയായിട്ടാണ് സിനിമയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കോമഡീസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ യാത്രയുടെ അടുക്കാണ്, ഫ്ലാഷ് ബാക്കിലാണ് രാജേഷ് മാധവൻ്റെ കഥാപാത്രവും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അവർ കാണിച്ചു തരുന്നത്. ഇതിലെ കോമഡീസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വർക്കായി നല്ല രീതിയിൽ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളും അതുമെല്ലാം നല്ല രീതിയിൽ സിനിമ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ കഥ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നല്ല ക്ലാരിഫിക്കേഷനോടുകൂടി എല്ലാ സീനുകളും എല്ലാം നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ എടുത്തു പറയേണ്ട ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. രാജേഷ് മാധവൻ ധീരൻ എന്ന കഥാപാത്രമായിട്ട് നല്ല പെർഫോമൻസ് തന്നെയാണ്. പുള്ളിയുടെ ഒരു ഫിസിക്ക് വെച്ചിട്ട് പുള്ളിക്ക് എങ്ങനെ ധീരൻ എന്നുള്ള പേര് വന്നു എന്നുള്ളതൊക്കെ സംഭവമൊക്കെ രസമാണ്. അപ്പോൾ പുള്ളി അടിപൊളി പെർഫോമൻസ് ആണ്. നമ്മളൊരു നായകനെ സങ്കല്പിക്കുമ്പോൾ ആ നായകന് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഉള്ളൊരു ആൾ തന്നെയാണ് രാജേഷ് മാധവൻ ഈ സിനിമയിൽ. അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് സുധീഷ്, അശോകൻ, ജഗദീഷ്, മനോജ് കെ ജയൻ, ശബരീഷ് വർമ്മ എന്നിവരുടെയൊക്കെയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയാണ് ആ ഒരു യാത്ര പോകുന്നത്. അപ്പോൾ നല്ല രസമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ പെർഫോമൻസ് നല്ല രസമുണ്ടായിരുന്നു. സുധീഷിൻ്റെ ഒക്കെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടമായി സുധീഷിൻ്റെ ആ ഒരു ക്യാരക്ടറും സംഭവമൊക്കെ. അപ്പോൾ ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റും ആ ഒരു സംഭവങ്ങളും ആ നാടും നാട്ടുകാരൊക്കെ നന്നായിട്ട് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. അപ്പോൾ രസമായിട്ട് തന്നെ അത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ അവർ ആ പെർഫോമും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ രസമാണ് ഇവരെ പെർഫോമൻസ് ആയിട്ട് കണ്ടിരിക്കാൻ. പിന്നെ ഇതിൽ ശരവണൻ എന്ന് പറഞ്ഞൊരു വില്ലൻ കഥാപാത്രമുണ്ട് തമിഴ്നാട്ടിൽ, പുള്ളിയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ ഓവറോൾ പറയുകയാണെങ്കിൽ നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ്. അത്യാവശ്യം കോമഡീസും കുറച്ച് ത്രില്ലർ സ്വഭാവവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് രസമുള്ള സിനിമ. അപ്പോൾ ഇവരുടെയൊക്കെ പെർഫോമൻസും ആ ഒരു മേക്കിംഗ് സ്റ്റൈലും എല്ലാം കൊണ്ട് നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.